ഹായ്, ഏവർക്കും നമസ്കാരം. എയ്റ്റ് സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് മെറ്റലിന്റെ ഒരു പാർട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് അല്ലെ. അതായത് മെറ്റലിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ വരുന്നത് മാലിയബിലിറ്റി, ഡക്റ്റിലിറ്റി, സൊണാരിറ്റി, അതുപോലെ തന്നെ ലോഹദ്യുതി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു വീഡിയോ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു അല്ലെ. ഇതപ്പോ എന്ത് ചെയ്യാം, നമുക്ക് പാർട്ട് 2 ആയിട്ട് പറയാം. ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ SCERT മെറ്റലിനെ കുറിച്ച് ഒരുപാട് ഫാക്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഭൗതിക ഗുണങ്ങളെ പറ്റി പറഞ്ഞു. അപ്പൊ മെറ്റലിന്റെ രാസഗുണങ്ങളെ പറ്റിയിട്ട് നമുക്ക് പഠിക്കണ്ടേ. അപ്പൊ അതൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള അടുത്ത ക്ലാസ് ആണിത്. അപ്പൊ ഏവർക്കും എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പൊ നമ്മൾ നമ്മുടെ സീരീസ് ഇങ്ങനെ നമ്മുടെ എക്സാം വരെ എന്ത് ചെയ്യും, നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കും. എല്ലാവരും കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ട് പഠിക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ മെറ്റലിന്റെ ക്ലാസ്സുകൾ കാണുമ്പോൾ പുതിയതായിട്ട് പഠിക്കുന്ന, അതായത് ഒരു ബേസും ഇല്ലാത്ത ഒരാൾക്കും എന്താണ് ഒരുപാട് പോയിന്റ്സ് കിട്ടും. അല്ലാത്തവര് നല്ലോണം പഠിച്ചിരിക്കുന്നവർക്ക് എന്താണ് അതൊരു റിവിഷൻ ആയിട്ട് കാണാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇരുന്ന ക്ലാസ്സുകളൊക്കെ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്കും കൂടെ ഷെയർ ചെയ്യുക. എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, കമന്റും കൂടെ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് മെറ്റലിന്റെ പാർട്ട് 2 ആണ് എടുക്കുന്നത്. ഇതിൽ കുറച്ച് കൂടുതൽ SCERT ഫാക്ടുകളാണ്, അതായത് ലോഹങ്ങൾ എന്നുള്ള ഭാഗത്തെ കൂടുതലായിട്ടും വരുന്ന ടേബിളുകളും SCERT പറയുന്ന ഫാക്ടുകളാണ് നമ്മൾ ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമ്മുടെ SCERT ഇങ്ങനെ ഒരു ടേബിൾ ഉണ്ട് അല്ലെ. അപ്പൊ ഇതിൽ എന്താ പറയണെന്ന് ചോദിച്ചാൽ ലോഹം, ദ്രവണാംഗം, തിളനില, സാന്ദ്രത അല്ലെ. അപ്പൊ ഇത് നമ്മുടെ ലോഹത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ SCERT ഇതിൽ വരുന്ന ഒരു ടേബിൾ ആണ്. അപ്പൊ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. അതിനു മുമ്പ് ഇവിടെ ദ്രവണാംഗം, തിളനില എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ. എന്താണ് ദ്രവണാംഗം അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ്, തിളനില ബോയിലിംഗ് പോയിന്റ് എന്താണ് എന്ന് ചോദിച്ചു വെച്ചാൽ ഒരു ഖരാവസ്ഥയിലുള്ള ഒരു എലമെന്റ് അത് എന്താണ്, ലോഹമായിക്കോട്ടെ അലോഹമായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, ഖരാവസ്ഥയിലുള്ളത് ദ്രാവകാവസ്ഥയിലേക്ക് മാറാൻ നമ്മളൊരു ടെമ്പറേച്ചർ കൊടുക്കില്ലേ, അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ദ്രവണാംഗം അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ്. അപ്പൊ ഖരം അവിടെ എന്തായിട്ട് മാറും, ഖരം ദ്രാവകമായിട്ട് മാറാൻ. ഓക്കെ, ഒരു ഖരാവസ്ഥയിലുള്ള ഒന്ന് ദ്രാവകാവസ്ഥയിലേക്ക് മാറുന്നതിനെയാണ് നമ്മൾ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ബോയിലിംഗ് പോയിന്റ് നമുക്കറിയാം, തിളനില. ഇപ്പൊ ജലത്തിന്റെ തിളനില എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയും. ജലം നീരാവിയായിട്ട് മാറുന്നതാണ് അല്ലെ. അപ്പൊ ഒരു ദ്രാവകാവസ്ഥയിലുള്ള ഒന്ന് വാതകാവസ്ഥയിലേക്ക് ആവുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, തിളനില എന്ന് പറയാം. അപ്പൊ അറിയാത്തവർ മനസ്സിലാക്കി വെക്കുക. ബോയിലിംഗ് പോയിന്റും മെൽറ്റിംഗ് പോയിന്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു വെച്ചാൽ, മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു വെച്ചാൽ ഖരാവസ്ഥയിലുള്ള ഒന്ന് ദ്രാവകാവസ്ഥയിലേക്ക് മാറുന്നതിനെയാണ് നമ്മൾ മെൽറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ദ്രവണാംഗം എന്ന് പറയാം. ഇനി ബോയിലിംഗ് പോയിന്റ് എന്താണെന്ന് ചോദിച്ചു വെച്ചാൽ, ദ്രാവകാവസ്ഥയിലുള്ള ഒരു വസ്തു വാതകം അല്ലെ, വാതക അവസ്ഥയിലേക്ക് ആവുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, തിളനില എന്ന് പറയാം. അപ്പൊ ഇതില് ഏറ്റവും കൂടുതൽ ദ്രവണാംഗവും തിളനിലയും ഉള്ളത് ഏതിനാണെന്ന് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ഏതിനാണ് ഏറ്റവും കൂടുതൽ ദ്രവണാംഗവും തിളനിലയും ഉള്ളത്? ഏറ്റവും കൂടുതൽ ദ്രവണാംഗവും തിളനിലയും ടങ്സ്റ്റൺ ആണ്. അപ്പൊ ദ്രവണാംഗം എത്രയാണ്, 3414 ആണ്. തിളനില എത്രയാണ്, 5555 ആണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഈ തന്നിരിക്കുന്ന ഇതില് ഏറ്റവും കൂടുതൽ ദ്രവണാംഗവും തിളനിലയും അല്ലെങ്കിലും ദ്രവണാംഗവും തിളനിലയും ഏറ്റവും കൂടുതൽ ഉള്ളത് ഏതിനാണ്, ടങ്സ്റ്റൺ ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഏത് ലോഹത്തിനാണ് എന്ന് ചോദിക്കാം, ടങ്സ്റ്റൺ എന്ന് ആൻസർ പറയാം. അതുപോലെ തന്നെ സാന്ദ്രത ഏറ്റവും കൂടുതൽ ഉള്ളതാണെങ്കിൽ ഏതിനാണ്, നമ്മള് സ്വർണത്തിനാണ് എന്നും നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ എന്താണ് ദ്രവണാംഗം എന്ന് മനസ്സിലായോ? ഒരു ഖരാവസ്ഥയിലുള്ള ഒന്ന് ദ്രാവകാവസ്ഥയിലേക്ക് മാറാൻ വേണ്ടിയിട്ടുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയാ, ദ്രവണാംഗം അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ്, MP മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയാം. ഇനി ദ്രാവകാവസ്ഥയിലുള്ള ഒന്ന് വാതകാവസ്ഥയിലേക്ക് മാറുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, തിളനില അല്ലെങ്കിൽ BP ബോയിലിംഗ് പോയിന്റ് എന്ന് പറയാം. അപ്പൊ ഇത് രണ്ടും ഓർത്തു വെക്കണം. ദ്രവനിലയാണെങ്കിലും തിളനിലയാണെങ്കിലും ഏറ്റവും കൂടുതലുള്ളത് ടങ്സ്റ്റൺ ആണ്. ഓക്കെ, അടുത്താണ് ലോഹസങ്കരങ്ങൾ. നമുക്ക് ലോഹസങ്കരങ്ങൾ എന്താണെന്ന് പഠിക്കണം അല്ലെ. നമ്മുടെ ഉപയോഗിക്കുന്ന
എല്ലാത്തിലും എന്തുണ്ട്, നമുക്ക് ലോഹ സങ്കരങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലോഹ സങ്കരങ്ങൾ കാണാൻ കഴിയും. എന്താണ് ലോഹ സങ്കരങ്ങൾ എന്ന് ചോദിച്ചു വെച്ചാൽ, ലോഹത്തിന് നമ്മൾ കുറെ കാലം, അതായത് നമ്മൾ കെമിക്കൽ പ്രോപ്പർട്ടീസ് പഠിക്കുമ്പോൾ പറയും, ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. അതായത് ലോഹത്തെ കുറെ കാലം നന്നായിട്ട് വായുവുമായിട്ടും വെള്ളവുമായിട്ടും ആസിഡുമായിട്ടും ഒക്കെ റിയാക്ട് ചെയ്യുന്ന കുറെ ലോഹങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് അല്ലെ. അതിനെയൊക്കെ നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ഞാൻ എടുക്കുന്നത് ഇരുമ്പാണെങ്കിൽ, ഇരുമ്പിനെ ഞാൻ ഇങ്ങനെ വായുവില് കുറെ ദിവസം തുറന്നു വെച്ചു, അല്ലെങ്കിൽ നമ്മൾ ഡെയിലി നമ്മുടെ ലൈഫിൽ കാണുന്ന ഒന്നാണ് ഇരുമ്പാണി അല്ലെ. ഇരുമ്പാണി ആദ്യം വാങ്ങിക്കുമ്പോൾ നമ്മുടെ തുരുമ്പിച്ച കളറിലായിരിക്കോ? അല്ല, അതിനെ ഞാൻ കുറെ കാലം വെയിലത്ത് ഇങ്ങനെ ഇട്ടു, വെയിലത്തല്ല നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിൽ അതിനെങ്ങനെ വെച്ചു, അത് വായുവായിട്ടുള്ള ഇന്ററാക്ഷൻ ഉണ്ട്, അതിലിങ്ങനെ വെച്ച് കഴിഞ്ഞു വെച്ചാൽ കുറച്ച് നാള് കഴിയുമ്പോൾ എനിക്ക് അതിലൊരു മാറ്റം കാണാൻ കഴിയും അല്ലെ. അത് അയൺ ഓക്സൈഡ് ആയിട്ട് മാറിയിട്ടുണ്ടാവും, അതായത് തുരുമ്പായിട്ട് മാറിയിട്ടുണ്ടാവും. കാരണം ഓക്സിജന്റെ ഒക്കെ പ്രസൻസ് ഇരുമ്പിനെ എന്താക്കി മാറ്റും, തുരുമ്പാക്കി മാറ്റിയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അവിടെ എന്ത് നടന്നു, ആ ലോഹത്തിന് ഒരു നാശനം നടന്നു അല്ലെ. ആ വായുവിന്റെ പ്രസൻസ് കാരണം ഇരുമ്പ് എന്തായിട്ട് മാറി, തുരുമ്പായിട്ട് മാറി. അവിടെ നടന്നത് എന്താണ്, ഒരു കെമിക്കൽ ചേഞ്ച് ആണ് അല്ലെ. നമുക്ക് തിരിച്ച് ആ തുരുമ്പിനെ ഇരുമ്പാക്കാൻ പറ്റുമോ? ഇല്ല. അവിടെ നടന്നത് എന്താണ്, കെമിക്കൽ ചേഞ്ച് ആണ്. എന്താണ് ഫിസിക്കൽ ചേഞ്ച്, എന്താണ് കെമിക്കൽ ചേഞ്ച് എന്ന് ചോദിച്ചു വെച്ചാൽ, ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞു വെച്ചാൽ നമുക്ക് ഒരു വസ്തുവിനെ വേറൊരു ഇതിലേക്ക്, ഫോർ എക്സാമ്പിൾ നമുക്ക് എന്ത് പറയാം, ഒരു ഫിസിക്കൽ ചേഞ്ചിന് ഉദാഹരണമായിട്ട് നമുക്ക് എന്ത് പറയാം, അതായത് നമ്മൾ ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് മാറ്റി തിരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, തിരിച്ച് പഴയ ഫോമിലേക്ക് ആക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഫിസിക്കലി ചേഞ്ച് ആവുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞു വെച്ചാൽ തിരിച്ച് നമുക്ക് പഴയ അവസ്ഥയിലേക്ക് തന്നെ ആക്കാൻ കഴിയും. ഫോർ എക്സാമ്പിൾ ഒരു മെഴുകുതിരി ഉരുകുന്നു, നമുക്ക് പിന്നെയും എന്ത് ചെയ്യാം, ആ ഉരുകിയതിനെയൊക്കെ എടുത്ത് പിന്നെയും ഒരു മെഴുകുതിരി സെറ്റ് ചെയ്യാം. അതെന്താണ്, ഒരു ഫിസിക്കൽ ചേഞ്ച് ആണ്. ഓക്കെ, ഇപ്പൊ പാല് കുടിച്ച് തൈരാവുന്നു, ആ തൈരിനെ പിന്നെ നമുക്ക് പാലാക്കി മാറ്റാൻ കഴിയോ? ഇല്ല അല്ലെ. അതെന്താണ്, ഒരു കെമിക്കൽ ചേഞ്ച് ആണ്. അപ്പൊ ഒരു വസ്തുവിന് ഫിസിക്കൽ ചേഞ്ച് നടക്കും, കെമിക്കൽ ചേഞ്ച് നടക്കും. അപ്പൊ ഈ വസ്തുവിന്, അതായത് നമ്മുടെ ലോഹങ്ങളാണ് പഠിക്കുന്നത്. അപ്പൊ ലോഹത്തിന് എന്ത് ചെയ്യും, വായുവിന്റെയും വെള്ളത്തിന്റെയും ആസിഡിന്റെയും ഒക്കെ ഫലമായിട്ട് എന്ത് സംഭവിക്കും, കെമിക്കൽ ചേഞ്ചസ് സംഭവിക്കും. അപ്പൊ നമുക്ക് എന്ത് പറയാം, ലോഹനാശനം എന്ന് പറയാം അല്ലെ. അങ്ങനെ ഒരു ലോഹം നശിച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ടും അതിന്റെ ദൃഢത കൂട്ടാൻ വേണ്ടിയിട്ടും, അപ്പൊ എന്തിനൊക്കെയാണ് നമ്മൾ ലോഹങ്ങളെ ഇതാക്കുന്നത്, അതായത് അലോയ് ആക്കുന്നത് എന്ന് ചോദിച്ചു വെച്ചാൽ, ലോഹനാശനം തടയാൻ, അതായത് ഇരുമ്പ് തുരുമ്പിക്കുക, അത് അവിടെ ആ ലോഹത്തിന് സംഭവിക്കുന്ന നാശമാണ് അല്ലെ. അങ്ങനെ ഇരുമ്പ് തുരുമ്പായിട്ട് പോയി വെച്ച പിന്നെ നമുക്ക് അതുകൊണ്ട് വല്ല യൂസ് ഉണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെ ലോഹനാശനം തടയാനും, അതുപോലെ തന്നെ ഇപ്പൊ ഒട്ടും കാഠിന്യം ഇല്ലാത്ത, ഫോർ എക്സാമ്പിൾ നമ്മൾ സ്വർണം എടുക്കുകയാണെങ്കിൽ നമുക്ക് 24 ക്യാരറ്റ് ആണ് അല്ലെ, തനി തങ്കം 24 ക്യാരറ്റ് ആണ്. ആ 24 ക്യാരറ്റിൽ നമ്മൾ ഒരു ഓർണമെന്റ് ഉണ്ടാക്കി ഇട്ടു കഴിഞ്ഞു വെച്ചാൽ അതെങ്ങനെയായിരിക്കും, 24 ക്യാരറ്റിൽ നമ്മൾ ഒരു ഓർണമെന്റ് ഉണ്ടാക്കി ഇട്ടു വെച്ചാൽ അതിന് ഫലം വളരെ കുറവായിരിക്കും. പെട്ടെന്ന് എന്ത് ചെയ്യും, പൊട്ടും, നമുക്ക് പിന്നെയും മാറ്റേണ്ടി വരും. അപ്പൊ അതിന്റെ ഫലം കൂട്ടാൻ വേണ്ടിയിട്ടാണ് അതിൽ എന്ത് ചേർക്കുന്നത്, ചെമ്പ് ചേർക്കുന്നത് അല്ലെ. നമ്മളിപ്പോ യൂസ് ചെയ്യണത് 22 ക്യാരറ്റ് ഗോൾഡ് ആണ് അല്ലെ. ശരിക്കുള്ള തനി തങ്കം എന്ന് പറയുന്നത് എത്രയാണ്, 24 ക്യാരറ്റ് ആണ്. അപ്പൊ അറിയാത്തവര് മനസ്സിലാക്കി വെക്കുക, തനി തങ്കം എന്ന് പറയുന്നത് എത്രയാണ്, 24 ക്യാരറ്റ് ആണ്. പക്ഷെ നമ്മൾ യൂസ് ചെയ്യണത് 22 ക്യാരറ്റ് 916 ഗോൾഡ് ആണ് അല്ലെ. നമ്മൾ കടയിൽ പോയ, അതായത് സ്വർണത്തിന്റെ കടയിൽ പോയി വെച്ച് ചോദിക്കുന്നത് 22 ക്യാരറ്റ് 916 ഗോൾഡ് ആണ് നമ്മൾ വാങ്ങിക്കുന്നത് അല്ലെ. അപ്പൊ എന്താണ് ഈ 916 ഗോൾഡ്? 916 ഗോൾഡ് എന്ന് പറഞ്ഞു വെച്ചാൽ എന്താണ്, ഹോൾമാർക്ക്, 916 ഹോൾമാർക്ക് ഉള്ളതാണ് നമ്മൾ എന്ത് ചെയ്യണത്, വാങ്ങിക്കണത് അല്ലെ. എന്താണ് ഈ 916 എന്നുള്ള നമ്പർ കൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് വെച്ചാൽ, അതില് 91.6%, 100%-ല് 91.6%-ഉം അതിലെന്താണ്, സ്വർണമാണ്. ഓക്കെ, ബാക്കി 8.4% അതിൽ എന്താണ് ചേർത്തിരിക്കുന്നത്, ചെമ്പാണ്. ഓക്കെ, അപ്പൊ സ്വർണവും ചെമ്പും കൂടെ 91.6% സ്വർണവും 8.4% ചെമ്പും കൂടെ ചേർന്ന ഗോൾഡ് ആണ്
22 കാരറ്റ് ഗോൾഡ് 916 എന്ന് പറയുന്നത്. അതാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഓർണമെന്റ് ആയിട്ട് യൂസ് ചെയ്യണത് അല്ലെ. എന്തുകൊണ്ട് 24 കാരറ്റ് യൂസ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു വെച്ചാൽ അതിന് ബലം വളരെ കുറവാണ്. അതിന്റെയൊക്കെ ഓർണമെന്റ് ഉണ്ടാക്കി ഇട്ട് കഴിഞ്ഞു വെച്ചാൽ നമുക്ക് ദിവസവും എന്ത് ചെയ്യും, പൊട്ടും. അപ്പൊ ബലം കൂട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ ആ സ്വർണത്തിന്റെ കൂടെ എന്തും കൂടെ മിക്സ് ചെയ്തത്, ചെമ്പും കൂടെ മിക്സ് ചെയ്തത്. അങ്ങനെ ഒരു ലോഹത്തിന്റെ കൂടെ മറ്റൊരു ലോഹവും കൂടെ മിക്സ് ചെയ്താൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും, അലോയ് അല്ലെങ്കിൽ എന്താണ്, ലോഹ സങ്കരം. അപ്പൊ നമ്മൾ യൂസ് ചെയ്യണ ഗോൾഡ് എന്ന് പറയുന്നത് തന്നെ എന്താണ്, ഒരു ലോഹ സങ്കരമാണ്. ഓക്കെ, പ്യുവർ ആയിട്ടുള്ള ഗോൾഡ് അല്ല, ലോഹ സങ്കരമാണ്. അപ്പൊ നമ്മൾ എന്തിനു ഒരു ലോഹത്തെ ലോഹ സങ്കരമാക്കുന്നു എന്ന് ചോദിച്ചു വെച്ചാൽ എന്തിനു വേണ്ടിയിട്ടാണ്, ഒന്ന് ലോഹത്തിന്റെ നാശനം തടയാനും മറ്റൊന്ന് അതിന്റെ കാഠിന്യം ഫലം കൂട്ടാനും വേണ്ടിയിട്ടാണ് ലോഹ സങ്കരങ്ങളാക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും പഠിച്ചു വെക്കുക. എന്തിനു വേണ്ടി ലോഹ സങ്കരങ്ങളാക്കുന്നു എന്ന് ചോദിച്ചു വെച്ചാൽ ഒന്ന് ലോഹനാശനം തടയാൻ, ഒന്ന് ഫലം ദൃഢത കൂട്ടാൻ വേണ്ടിയിട്ട്. ഇനി എന്താണ് ലോഹ സങ്കരങ്ങൾ, നമ്മൾ SCERT പറയുന്ന ഫാക്ട് എന്ന് നോക്കി വെച്ചാൽ രണ്ടോ അതിലധികമോ ലോഹങ്ങളുടെ ഏകാത്മക ഖരലായിനികളാണ് ലോഹ സങ്കരങ്ങൾ. അപ്പൊ എന്താണ്, ഒന്നോ അതിലധികമോ. ഇപ്പൊ നമ്മൾ ഗോൾഡിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എത്രയാണ്, രണ്ടെണ്ണമാണ് അല്ലെ. രണ്ടെണ്ണവും കൂടെ മിക്സ് ചെയ്യുക. ഏകാത്മക മിശ്രിതങ്ങളായിരിക്കണം. എന്താണ് ഏകാത്മക മിശ്രിതങ്ങൾ, ഭിന്നാത്മക മിശ്രിതങ്ങൾ നമ്മൾ ലായനിയിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്താണ് ഏകാത്മക മിശ്രിതം, എന്താണ് ഭിന്നാത്മക മിശ്രിതം, ഹോമോജീനിയസ് മിക്സ്ചേഴ്സും ഹെറ്ററോജീനിയസ് മിക്സ്ചേഴ്സും. എന്താണ് ഏകാത്മക മിശ്രിതം എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ നമ്മൾ ഏകാത്മക മിശ്രിതം ഫോർ എക്സാമ്പിൾ എടുക്കാണ്. പഞ്ചസാര വെള്ളത്തിൽ നന്നായി കലക്കി വെച്ചിട്ടുണ്ട്. വേറൊരു ബീക്കർ എടുത്തിട്ട് ഞാന് മണലില്ലേ, മണലും വെള്ളവും കൂടെ കലക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒന്നില് പഞ്ചസാര വെള്ളമാണ്, മറ്റൊന്നില് എന്താണ്, മണല് കലക്കിയ വെള്ളമാണ് എന്ന് വെക്കുക. അപ്പൊ രണ്ടെണ്ണം ഉണ്ട് അല്ലെ. അപ്പൊ ഇതിന്റെ പഞ്ചസാര കലക്കിയ വെള്ളം എല്ലാ ഭാഗത്തും ഒരേപോലെ ആയിരിക്കും അല്ലെ. ഞാൻ അതിന്റെ ഏത് ഭാഗത്തുനിന്ന് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി വെച്ചാലും എനിക്ക് എന്തായിരിക്കും, ആ മധുരം ഉണ്ടാവും അല്ലെ. എല്ലാ ഭാഗവും നന്നായി മിക്സ് ചെയ്തിട്ട് അത് എന്താണ്, പഞ്ചസാര വേറെ വെള്ളം വേറെ ആയിട്ട് നമുക്ക് വേർതിരിക്കാൻ പറ്റുമോ, ഇല്ല. എല്ലാ ഭാഗവും എങ്ങനെയായിരിക്കും, ഒരേപോലെ ആയിരിക്കും. അതിന് നമുക്ക് എന്താണ്, വേറെ വേറെ ആക്കി മാറ്റാൻ പറ്റില്ല. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഏകാത്മക മിശ്രിതം. അത് ഒന്നായി കഴിഞ്ഞു. രണ്ട് വ്യത്യസ്ത വസ്തുക്കൾ ഉണ്ടെങ്കിലും ആ രണ്ടും കൂടെ ഒന്നായിട്ട് മാറി അല്ലെ. അതിന്റെ ഏത് ഭാഗം എടുത്താലും ഒരേപോലത്തെ ഗുണമായിരിക്കും നമുക്ക് കിട്ടുക. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഏകാത്മക മിശ്രിതങ്ങൾ എന്ന് പറയാം. ഇനി ഭിന്നാത്മക മിശ്രിതങ്ങൾ എന്താണെന്ന് ചോദിച്ചു വെച്ചാൽ മണല് വെള്ളം ആണ് കലക്കിയിരിക്കുന്നത്. മണല് ഒരു ഭാഗത്ത് അടിഞ്ഞിട്ടുണ്ടാവും, വെള്ളം വേറൊരു ഭാഗത്തേക്കായിരിക്കും അല്ലെ നമുക്ക് ഉണ്ടാവുക. എല്ലാ ഭാഗത്തും ഒരേ ഗുണമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ, ഇല്ല. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഭിന്നാത്മക മിശ്രിതങ്ങൾ എന്ന് പറയാം. അപ്പോ ഇവിടെ എന്താണ് ലോഹസങ്കരം എന്ന് ചോദിച്ചു വെച്ചാൽ രണ്ടോ അതിലധികമോ ലോഹങ്ങളുടെ ഏകാത്മക ഖരലായനികളാണ് ലോഹസങ്കരങ്ങൾ. ഏകാത്മകമാണ്, എല്ലാ ഭാഗത്തും ഒരേപോലെയുള്ള രണ്ട് വ്യത്യസ്ത സംഭവങ്ങൾ അതിലുണ്ടെങ്കിലും അതിന്റെ രണ്ടിന്റെയും ഗുണം എങ്ങനെയായിരിക്കും, ഒരേപോലെ ആയിരിക്കും. ഏത് ഭാഗം എടുത്താലും നമുക്ക് ഗുണം സെയിം ആയിരിക്കും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയാ, ലോഹ സങ്കരങ്ങൾ എന്ന് പറയാം. ഓക്കെ, അപ്പൊ രണ്ടോ അതിലധികമോ ലോഹങ്ങളുടെ ഏകാത്മക ഖരലായനികളാണ് എന്ത്, ലോഹ സങ്കരങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇത് ലോഹങ്ങളെ അപേക്ഷിച്ച് മികച്ച ബലവും ലോഹനാശനത്തെ ചെറുക്കാനുള്ള കഴിവും ഇവയ്ക്കുണ്ട്. നമ്മൾ പറഞ്ഞു അല്ലെ, രണ്ട് പ്രോപ്പർട്ടികൾ കൊണ്ടാണ് നമ്മൾ മെറ്റൽസിനെ മെറ്റലോയിഡ്സ് ആയിട്ട് യൂസ് ചെയ്യണത് എന്ന് പറഞ്ഞു. ഒന്ന് ലോഹനാശനം തടയാൻ, പിന്നെ ഒന്ന് ദൃഢത കൂട്ടാൻ. അത് തന്നെയാണ് അവരും പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തിനു വേണ്ടിയിട്ട്, ലോഹങ്ങളെ അപേക്ഷിച്ച് മികച്ച ബലവും ലോഹനാശനത്തെ ചെറുക്കാനുള്ള കഴിവും ആർക്കുണ്ട്, ഈ ലോഹ സങ്കരങ്ങൾക്കുണ്ട്. 90% ലോഹങ്ങളുടെ ലോഹ സങ്കരങ്ങളായാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ 90% ലോഹങ്ങളെ നമ്മൾ നേരിട്ടല്ല ഉപയോഗിക്കുന്നത്, ലോഹ സങ്കരങ്ങളായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഉപയോഗപ്പെടുത്തുന്നത്. മെച്ചപ്പെട്ട സവിശേഷതകളുള്ള വലിയൊരു വിഭാഗം നിർമ്മാണ സാമഗ്രികളെ ലോഹസങ്കരങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നു. സ്വർണത്തിന്റെയും കോപ്പറിന്റെയും ലോഹസങ്കരമാണ് ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. ഇനി കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ SCERT ഉള്ളത് കാരണം ഈ എക്സാമ്പിൾസ് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ പഠിക്കാതെ പോകാൻ പാടില്ല. അല്ലാതെ തന്നെ നമ്മൾ പഠിക്കണം അല്ലെ. ഇപ്പൊ അൽനിക്കോ നമ്മുടെ PYQ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അൽനിക്കോയിലുള്ള ലോഹസങ്കരങ്ങൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഇതിലില്ലാത്തത് ഏതാണ് എന്ന് ചോദിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മൾ ഒരുപാട് പ്രാവശ്യം അത് കേൾക്കുന്നുണ്ട്. അപ്പൊ
അൽനിക്കോ എന്നുള്ള ലോഹസങ്കരത്തില് പെടാത്തത് ഏത് ലോഹമാണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഓപ്ഷൻ എ അവർ തന്നു അലുമിനിയം, ഓപ്ഷൻ ബി തന്നു നിക്കൽ, ഓപ്ഷൻ സി തന്നു അയൺ, ഓപ്ഷൻ ഡി തന്നു ക്രോമിയം. ഇങ്ങനെയാണ് അവർ തന്നത്. ഓക്കെ, അപ്പൊ ഇതായിരുന്നു ഓപ്ഷൻ. അൽനിക്കോ എന്നുള്ള ലോഹസങ്കരത്തിൽ പെടാത്ത ലോഹം ഏത്? അപ്പൊ നമ്മളിവിടെ വായിക്കും അലുമിനിയം, അൽനിക്കോ ഉണ്ടാവും, നിക്കല്, സി വെച്ചിട്ട് ക്രോമിയം ഉണ്ട്, അപ്പൊ അതുണ്ടാവും. ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ ഏതായിരിക്കും മിക്കവാറും നമ്മൾ പെട്ടെന്ന് ആൻസർ ചെയ്യുക? അയൺ അല്ലെ, അല്ലെങ്കിൽ ഫെറം, Fe, അയൺ. അപ്പൊ അതായിരിക്കാം കുറച്ചു പേരെങ്കിലും എന്ത് ചെയ്തത്, ആൻസർ ചെയ്തത്. അത് തെറ്റാണ്. ഏതാണ് ഇല്ലാത്തത്? ക്രോമിയമാണ് ഇല്ലാത്തത്. അൽനിക്കോയിൽ പെടുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു വെച്ചാൽ അൽനിക്കോ അല്ലെ. ഭാവിയിൽ സർക്കാർ സ്കൂളുകളിൽ അധ്യാപകരാകാൻ തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? കഴിഞ്ഞ LP UP എക്സാമിൽ 250-ൽ പരം കുട്ടികളെ വിജയിപ്പിച്ച് കേരളത്തിൽ തന്നെ ചരിത്ര വിജയം സൃഷ്ടിച്ച എയിം സ്റ്റഡി സെന്റർ വരാനിരിക്കുന്ന LP UP എക്സാമുകൾക്കായി ഇതാ പുതിയ ലോങ് ബാച്ചുകൾ ആരംഭിക്കുന്നു. ഈ കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാൻ സാധിക്കുന്ന റെക്കോർഡഡ് വീഡിയോ ക്ലാസുകൾ, PDF മെറ്റീരിയൽസ്, നിരവധി മോക്ക് ടെസ്റ്റുകൾ, മോഡൽ എക്സാമുകൾ, OMR എക്സാമുകൾ, നിങ്ങളുടെ സംശയ സാധൂകരണത്തിനായുള്ള ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം, ഒരു മെന്ററിന്റെ സഹായം കൂടെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9446537080. അൽനിക്കോ, അതിന്റെ പേര് തന്നെ അൽനിക്കോ അല്ലെ. ഈ പേരിൽ തന്നെ നമുക്ക് 3 എണ്ണം കിട്ടും. AL അലുമിനിയം, NI നിക്കൽ, CO കൊബാൾട്ട്. അലുമിനിയം, നിക്കല്, കൊബാൾട്ട്. അലുമിനിയം, നിക്കല്, കൊബാൾട്ട് കൂടെ എന്തും കൂടെ ചേരും? അയണും കൂടെ ചേർന്ന ഇതിനെ എല്ലാം ഒരു വ്യത്യസ്ത പ്രപ്പോർഷണലിൽ ലയിപ്പിച്ച് ചേർത്ത ഏകാത്മക മിശ്രിതമാണ് അൽനിക്കോ. അൽനിക്കോ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചാൽ സ്ഥിരകാന്തങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് അൽനിക്കോ. എന്തൊക്കെയാണ് അൽനിക്കോയിലുള്ള ഘടകങ്ങള്? അലുമിനിയം, നിക്കൽ, കൊബാൾട്ട്, അതുപോലെ തന്നെ അയൺ. ഇത് 4 എണ്ണമാണ് ഉള്ളത്. ഇത് 4 എണ്ണം അല്ലാതെ ഏത് ഓപ്ഷൻ വന്നാലും അത് അതിൽ ഇല്ലാത്തതാണ് എന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇപ്പൊ തന്നെ പഠിക്കുക, അലുമിനിയത്തിലുള്ളത് ഏതൊക്കെ ലോഹങ്ങളാണ്, ഏതൊക്കെ ലോഹങ്ങളെ ലയിപ്പിച്ചിട്ടുള്ള ഏകാത്മക മിശ്രിതമാണ് അൽനിക്കോ എന്ന് ചോദിച്ചു വെച്ചാൽ അലുമിനിയം, നിക്കല്, കൊബാൾട്ട്, അയൺ. അലുമിനിയം, നിക്കൽ, കൊബാൾട്ട്, അയൺ. ഇത് 4ഉം കൂടെ ചേർന്നാണ് അൽനിക്കോ സ്ഥിരകാന്തങ്ങൾ ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുന്നത്. മനസ്സിലാക്കി വെക്കുക. ഇതിപ്പോ റീസെന്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ മിക്കവാറും എന്ത് ചെയ്യും? അയൺ ആണ് എല്ലാവരും കർപ്പിക്കുന്ന ആൻസർ. അല്ല, നമുക്ക് തന്ന ഓപ്ഷൻ ക്രോമിയം ആയിരുന്നു. അപ്പൊ അതിലില്ലാത്തത് ക്രോമിയം ആണ് എന്നാണ് നമ്മൾ ആൻസർ ചെയ്തത്. അപ്പൊ ഇതിലുള്ളത് പഠിച്ചു വെച്ചാൽ ഇല്ലാത്തത് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം? ഐഡന്റിഫൈ ചെയ്യാം അല്ലെ. ഏതൊക്കെയാണുള്ളത്? അലുമിനിയം, നിക്കല്, കൊബാൾട്ട്, അയൺ. ഇത് ചേർന്ന ലോഹസങ്കരമാണ് ഏത്? അൽനിക്കോ. സ്ഥിരകാന്തങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു എന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇനി ഇവിടെയുള്ളത് പഠിക്കണം. ബ്രാസ്, പിച്ചള അല്ലെ. പിച്ചള എന്തൊക്കെ കൂടെ ചേർന്നാണ്? അത് ചോദിക്കാം. കോപ്പറും സിങ്കും കൂടെ ചേർന്നിട്ടുള്ള ലോഹസങ്കരമാണ് കോപ്പറും സിങ്കും. കോപ്പറും സിങ്കും ചേർന്നിട്ടുള്ള ലോഹസങ്കരമാണ് ഇത് പിച്ചള എന്ന് പറയുന്നത്. പഠിക്കണം. കോപ്പറും സിങ്കും കൂടെ ചേർന്നത്, കോപ്പറും സിങ്കും കൂടെ ചേർന്നതാണ് എന്ത്? പിച്ചള. നമ്മുടെ പിച്ചള പാത്രങ്ങളില്ലേ, പിച്ചളയുടെ ആഭരണങ്ങളില്ലേ, ഇതൊക്കെ എന്തുകൊണ്ട് ചേർത്താണ്? കോപ്പറും സിങ്കും കൂടെയുള്ള ലോഹസങ്കരമാണ്. അടുത്തത് ഓട്. നമ്മുടെ വെങ്കല മെഡലൊക്കെ കിട്ടിയെന്നൊക്കെ നമ്മൾ പറയില്ലേ, ബ്രോൺസ് അല്ലെ. അപ്പൊ ഓട് ഏതൊക്കെ കൂടെ ചേർന്നാണ്? കോപ്പറും ടിന്നും കൂടെ ചേർന്നതാണ് എന്ത്? ബ്രോൺസ് എന്ന് പറയുന്നത്. ഓട്. നമുക്ക് വെങ്കല മെഡൽ കിട്ടി പറഞ്ഞു വെച്ചാൽ നമ്മൾ ആലോചിക്കണം ഏതൊക്കെ കൂടെ ചേർത്തിട്ടുള്ള ലോഹസങ്കരമാണെന്ന്. കോപ്പറും ടിന്നും കൂടെ ചേർത്തിയാണ്. കോപ്പറും സിങ്കും കൂടെ ചേർത്തി വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും? പിച്ചള കിട്ടും. അടുത്ത നിക്രോം ആണ്. നിക്കൽ, ക്രോമിയം, അയൺ ചേർത്തതാണ് നിക്രോം എന്ന് പറയുന്നത്. ഓക്കെ, നിക്കൽ, ക്രോമിയം, അയൺ കൂടെ ചേർത്താണ് അൽനിക്കോ. ഇവിടെ ഉണ്ട് അല്ലെ, അയൺ, അലുമിനിയം, നിക്കൽ, കൊബാൾട്ട്. ഇതിൽ തന്നെയാണ് ആ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓക്കെ, SCRT തന്നെയാണ് വന്നതെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അയൺ, അലുമിനിയം, നിക്കൽ, കൊബാൾട്ട്. ഓക്കെ, ചില ലോഹസങ്കരങ്ങളിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ വളരെ ചെറിയ അളവിൽ കാർബൺ, സിലിക്കൺ പോലുള്ള അലോഹ മൂലകങ്ങൾ ചേർക്കാറുണ്ട്. അപ്പൊ സ്റ്റെയിൻലെസ് സ്റ്റീലിലൊക്കെ എന്ത് ചേർക്കാറുണ്ട്? അതായത്
സ്റ്റെയിൻലെസ് സ്റ്റീലില് നമ്മൾ എന്ത് ചേർക്കും? കാർബൺ, അതുപോലെ തന്നെ സിലിക്കൺ പറഞ്ഞ ലോഹങ്ങളാണ് അല്ലെ, ലോഹസങ്കരങ്ങൾ, അലോഹങ്ങളും ചേർത്താറുണ്ട്. അപ്പൊ ലോഹസങ്കരങ്ങൾ ചേർക്കുന്ന അലോഹങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു വെച്ചാൽ നമ്മൾ എഴുതേണ്ട ആൻസർ എന്താണ്? കുറഞ്ഞ അളവില് കാർബണും സിലിക്കണും എന്ത് ചെയ്യാറുണ്ട്? ചേർക്കാറുണ്ട് എന്ന് പഠിച്ചു വെക്കണം. അപ്പൊ ഇതിലുള്ള അത്ര എണ്ണമെങ്കിലും ലോഹസങ്കരങ്ങൾ എന്ത് ചെയ്യണം? ഇതിന്നാണ് ആ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, നമുക്ക് ഇപ്പൊ ഉറപ്പായില്ലേ? അപ്പൊ ഇതിലുള്ള അത്രയെങ്കിലും എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ച് വെക്കണം. ഓക്കെ, അടുത്ത നമ്മുടെ മനുഷ്യ ശരീരത്തിലുള്ള ലോഹങ്ങൾ അല്ലെ. അപ്പൊ നമുക്ക് ഈ ലോഹങ്ങളെ പറ്റി പഠിക്കുമ്പോൾ നമ്മുടെ മനുഷ്യ ശരീരത്തിലുള്ളതും പഠിക്കണം. എന്തൊക്കെയാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിലുള്ള ലോഹങ്ങൾ? നമ്മുടെ ഹീമോഗ്ലോബിനില് ഏതാണ്? അയൺ ആണ് അല്ലെ. അപ്പൊ ഇവിടെ നോക്കാം, ചെറിയ അളവിലെങ്കിലും ചില ലോഹങ്ങളുടെ സാന്നിധ്യം ശരീര പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാണ്. ആരോഗ്യത്തിനും പോഷണത്തിനും അത്യന്താപേക്ഷിതമാണ്. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നത്, രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന ആരാണ്? ഹീമോഗ്ലോബിൻ ആണ്. നമുക്കറിയാം അല്ലെ, രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന ഹീമോഗ്ലോബിനിൽ എന്താണ്? ഇരുമ്പ് അടങ്ങിയിരിക്കുന്നു. അപ്പൊ നമ്മുടെ ശരീരത്തില് ഇരുമ്പുണ്ട് അല്ലെ. എന്തില്? രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന ഹീമോഗ്ലോബിനിൽ ഇരുമ്പുണ്ട്, അതുകൊണ്ടാണ് അതെന്ത്? ചുവപ്പ് നിറം അല്ലെ. അപ്പൊ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന ഹീമോഗ്ലോബിനിൽ എന്തടങ്ങിയിട്ടുണ്ട്? ഇരുമ്പ് എന്നുള്ള ലോഹം അടങ്ങിയിട്ടുണ്ട്. എല്ലുകളുടെയും പല്ലുകളുടെയും ബലത്തിനും ദൃഢതയ്ക്കും അതിന്റെ സംരക്ഷണത്തിനുമായിട്ട് നമുക്ക് വേണ്ട ലോഹം ഏതാണ്? കാൽഷ്യം ആണ്. എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്കും അതിന്റെ നിലനിൽപ്പിനും ഒക്കെ ആവശ്യമായിട്ടുണ്ട് നമുക്ക് വേണ്ട ലോഹമാണ് കാൽഷ്യം. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഇരുമ്പുണ്ട്, കാൽഷ്യം ഉണ്ട്. ഇനി കോശങ്ങളുടെ വിവിധ പ്രവർത്തനത്തിന് നമുക്ക് എന്ത് വേണം? സോഡിയവും പൊട്ടാസ്യവും തുടങ്ങിയ ലവണങ്ങൾ നമുക്ക് ആവശ്യമാണ്. അപ്പൊ സോഡിയം വേണം, നമ്മുടെ അതായത് ഇലക്ട്രോലൈറ്റ്സ് അല്ലെ, സോഡിയം പൊട്ടാസ്യം ഒക്കെ എന്ത് ചെയ്യണം? നമുക്ക് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ചെറിയ തോതിലെങ്കിലും നമ്മുടെ ശരീരത്തിലെ സിങ്ക്, കോപ്പർ, സെലീനിയം മുതലായ ലോഹങ്ങളും നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. അപ്പൊ നമ്മുടെ ഹീമോഗ്ലോബിന് ചുവന്ന നിറം നൽകുന്ന ആരാണ്? ഇരുമ്പാണ് അല്ലെ. ഇരുമ്പ് വേണം. എല്ലുകളുടെയും പല്ലുകളുടെയും സംരക്ഷണത്തിന് നമുക്ക് കാൽഷ്യം വേണം. അതുപോലെ തന്നെ സോഡിയവും പൊട്ടാസ്യവും നമുക്ക് വേണം. അതുപോലെ ചെറിയ അളവിലാണെങ്കിലും സിങ്ക്, കോപ്പർ, സെലീനിയം ഒക്കെ നമുക്ക് ആവശ്യമാണ്. ഇനി നമ്മുടെ ഡയബറ്റിക് പേഷ്യന്റ് ആണെങ്കിൽ നമ്മുടെ മൂത്രത്തിൽ കൂടെ വെളിയിലേക്ക് പോകുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിങ്ക് ആണ് എന്ന്. ഓക്കെ, സിങ്ക് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമ്മുടെ ശരീരത്തിലുള്ള ലോഹങ്ങളെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടുന്ന് തന്നെ ക്വസ്റ്റ്യൻ വരാം. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം എന്ന് പറഞ്ഞ് നമ്മൾ ഒരുപാട് പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. ഏതാണ്? ഇരുമ്പ്. അതേപോലെ തന്നെ വന്ന ക്വസ്റ്റ്യൻ ആണ് എല്ലുകളുടെയും പല്ലുകളുടെയും സംരക്ഷണത്തിന് ഉപയോഗിക്കുന്ന ലോഹം, അല്ലെങ്കിൽ എല്ലുകളുടെയും പല്ലുകളുടെയും സംരക്ഷണം നൽകുന്ന ലോഹം. അപ്പൊ നമ്മൾ എന്ത് എഴുതണം? കാൽഷ്യം എഴുതണം. ഓക്കെ, ഇനി എവിടെ നിന്നാണ് ഈ ലോഹങ്ങൾ കിട്ടുന്നത് എന്ന് ചോദിച്ചു വെച്ചാൽ നമ്മൾ ഡയറക്റ്റ് എനിക്ക് സ്വർണം വേണം എന്ന് പറയുമ്പോൾ മണ്ണിൽ നിന്ന് സ്വർണം കുഴിച്ചെടുക്കുകയാണോ ചെയ്യണത്? അല്ല, അതിനെ പറ്റിയിട്ടുള്ള ഫാക്റ്റ് ആണ്. എന്താണെന്ന് ചോദിച്ചു വെച്ചാൽ ലോഹങ്ങൾ നിർമ്മിക്കുന്നത് ലോഹാംശങ്ങൾ അടങ്ങിയ പ്രകൃതിജന്യ വസ്തുക്കളിൽ നിന്നാണ്. ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ഇത്തരം വസ്തുക്കളെയാണ് ധാതുക്കൾ അഥവാ മിനറൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ അംശമുള്ള വസ്തുക്കളിൽ നിന്ന്, അതായത് ഇപ്പൊ എന്താ പറയാ, ബോക്സൈറ്റ് ഒരു അയിരാണ് അല്ലെ, അതിൽ നമുക്ക് എന്ത് കിട്ടും? അലുമിനിയം കിട്ടും. അപ്പൊ അതിന്റെ അംശമുള്ള ആ വിഭവത്തിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിനെ വേർതിരിച്ചെടുക്കുന്നത്. അപ്പൊ ഈ ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ഇത്തരം വസ്തുക്കളെയാണ് നമ്മൾ എന്ത് പറയാ? ധാതുക്കൾ എന്ന് പറയാ. അപ്പൊ എല്ലാ അയിരുകളും ധാതുക്കളാണ്, പക്ഷെ എല്ലാ ധാതുക്കളും എന്തല്ല? അയിരുകളല്ല. എല്ലാ ധാതുവിനെയും നമുക്ക് അയിരായിട്ട് എടുക്കാൻ പറ്റില്ല, പക്ഷെ എല്ലാ അയിരുകളും എന്ത് തന്നെയാണ്? ധാതുക്കള് തന്നെയാണ്. ഓക്കെ, എല്ലാം ധാതുക്കളുടെ അണ്ടറിൽ പെടും, പക്ഷെ എല്ലാ ധാതുക്കളെയും നമുക്ക് അയിരുകളാണെന്ന് പറയാൻ പറ്റില്ല. അയിരാവണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്, അതായത് ഓരാവണമെങ്കിൽ കുറച്ച് കണ്ടീഷൻ ഉണ്ട്. എന്തൊക്കെയാണ്? ഏറ്റവും കൂടുതൽ പെർസെന്റേജ് ആ ലോഹം തരാൻ കഴിയണം. ഓക്കെ, ഒരു അയിരിന് ഏറ്റവും കൂടുതൽ പെർസെന്റേജ് ആ ലോഹം തരാൻ കഴിയണം. പിന്നെ ഇതുമായിട്ട് ലോഹ നിഷ്കർഷണത്തിന്റെ സ്റ്റെപ്പുകളൊക്കെ വളരെ എളുപ്പമുള്ളതായിരിക്കണം, ചെലവ് കുറവായിരിക്കണം. ഇങ്ങനെയൊക്കെ ഉള്ളതിനെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ഒരു അയിരായിട്ട് എടുക്കുള്ളൂ. എല്ലാ അയിരുകളും മിനറൽസ് ആണ്, പക്ഷെ എല്ലാ മിനറലും എന്തല്ല? അയിരുകളല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, മിനറൽസ് എന്ന് വിളിക്കുന്നു. ഇവയിൽ നിന്നും രാസപ്രക്രിയ വഴിയാണ് ലോഹങ്ങൾ വേർതിരിച്ചെടുക്കുന്നത്. സ്വതന്ത്ര രൂപത്തിൽ കാണപ്പെടുന്ന ഒരു ലോഹമാണ് സ്വർണം. അപ്പൊ സ്വതന്ത്ര രൂപത്തിൽ കാണപ്പെടുന്ന ഒരു ലോഹം ഏതാണെന്ന് ചോദിച്ചു നമുക്ക് ഏതെഴുതാം?
സ്വർണമാണ് എന്ന് എഴുതാം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹമാണ് അലുമിനിയം. അപ്പൊ ഇവിടുന്ന് തന്നെ അടുത്ത ക്വസ്റ്റ്യൻ കിട്ടി. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം അലുമിനിയം. അപ്പൊ അത് പഠിച്ചു വെക്കുക. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാണ്? അലുമിനിയം. ഇനി ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ചോദിച്ചു വെച്ചാലോ ഓക്സിജൻ അല്ലെ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ചോദിച്ചാൽ ഓക്സിജൻ, ലോഹം ചോദിച്ചു വെച്ചാൽ ഏതാണ്? അലുമിനിയം എന്ന് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. ഇരുമ്പ്, കാൽഷ്യം മുതലായവ അടുത്ത സ്ഥാനങ്ങളിൽ വരുന്നു. ഓക്കെ, അപ്പൊ ഇരുമ്പും കാൽഷ്യം ഒക്കെയാണ് അത് കഴിഞ്ഞിട്ട്. അപ്പൊ നമുക്ക് അലുമിനിയം കഴിഞ്ഞാൽ ഏതെന്ന് ചോദിച്ചു വെച്ചാൽ ഇരുമ്പ് എഴുതാം, അത് കഴിഞ്ഞാൽ കാൽഷ്യം എഴുതാം. അപ്പൊ ഇവിടെ രണ്ട് ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാം. എന്താണ്? ഭൂവൽക്കത്തിൽ സ്വതന്ത്ര രൂപത്തിൽ കാണപ്പെടുന്ന ലോഹം എന്ന് ചോദിച്ചു വെച്ചാൽ സ്വർണ്ണം എഴുതണം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ചോദിച്ചു വെച്ചാൽ അലുമിനിയം എഴുതണം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ചോദിച്ചു വെച്ചാൽ ഓക്സിജൻ എഴുതണം. ഇനി ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ ലോഹം ചോദിച്ചു വെച്ചാൽ ഇരുമ്പ് എഴുതണം. അപ്പൊ ഓരോ ബോക്സിൽ നിന്ന് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ വീതം എന്ത് ചെയ്യും കിട്ടും. അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമ്മൾ കണ്ടിട്ട് ഫെമിലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞു എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ എന്താണ്, ഒരൊറ്റ ബോക്സ് പോലും വെറുതെ വിടരുതെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ അതിനനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ പഠിക്കേണ്ടത്. ഈ കഴിഞ്ഞ അധ്യാപക തസ്തികകൾക്ക് നടന്ന എക്സാമിന് എല്ലാത്തിനും നോക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച വിജയം നേടിയ ഒരു സ്ഥാപനമാണ് എയിം സ്റ്റഡി സെന്റർ. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം HSA, അതുപോലെ തന്നെ UPSA, LPSA ഏത് അധ്യാപക തസ്തികകളിലാണെങ്കിലും ഉയർന്ന റാങ്കാണ് നമ്മുടെ കാൻഡിഡേറ്റ്സ് ഒക്കെ സ്വന്തമാക്കിയിരിക്കുന്നത് അല്ലെ. അതായത് 3, 4, അതുപോലെ തന്നെ 6, 7, 11. അപ്പൊ 100ന്റെ ഉള്ളിൽ തന്നെ ഉള്ള റാങ്കുകളാണ്. നമുക്ക് 250-ലധികം പേരെയാണ് നമ്മൾ LP UP വിജയത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മുൻപ് നടന്ന LP UPയിൽ നമുക്ക് 250-ലധികം പേരെയാണ് നമ്മൾ എയിം സ്റ്റഡി സെന്റർ വിജയത്തിൽ എത്തിച്ചിരിക്കുന്നത്. അവരുടെ തന്നെ റാങ്കുകൾ നോക്കുകയാണെങ്കിൽ 100ന്റെ ഉള്ളിൽ വരുന്ന ഒരുപാട് റാങ്കുകൾ നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പൊ നമുക്ക് ഒരു റാങ്ക് വാങ്ങിക്കുക അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ കയറുക എന്നുള്ളതല്ല അല്ലെ. നമുക്ക് എന്ത് ചെയ്യണം? ഉയർന്ന റാങ്ക് വാങ്ങിച്ചിട്ട് നമ്മുടെ സ്ഥാനം, നമ്മുടെ ജോലി അവിടെ എന്ത് ചെയ്യണം? നമുക്ക് ഉറപ്പിക്കുകയാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ അതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ തീർച്ചയായിട്ടും എയിം സ്റ്റഡി സെന്ററിൽ ജോയിൻ ചെയ്യുക. നമ്മൾ ഉറപ്പായിട്ടും നിങ്ങളുടെ വിജയം വരെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. റാങ്കുകളൊക്കെ വളരെ ഉയർന്ന റാങ്കുകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പൊ ഉറപ്പായിട്ടും നിങ്ങളെയും എന്ത് ചെയ്യും? നിങ്ങൾക്കും ഉറപ്പായിട്ടും നല്ല റാങ്കിലേക്ക് എത്താൻ കഴിയും. നമ്മുടെ യോധ ബാച്ച് 31ാമത്തെ യോധ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എന്തൊക്കെയാണ് അതിന്റെ ഫീച്ചേഴ്സ് നോക്കി വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ടുള്ള സിലബസ് നമ്മൾ കവർ ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനോട് കൂടിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആ പ്ലാൻ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് ഉറപ്പായിട്ടും എന്തിലേക്ക് എത്താൻ പറ്റും? വിജയത്തിലേക്ക് എത്താൻ പറ്റും. ഡെയിലി കറണ്ട് അഫയേഴ്സ് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സുകളാണ്. റെക്കോർഡഡ് ക്ലാസ്സുകളുടെ സ്പെഷ്യാലിറ്റി നിങ്ങൾക്ക് അറിയാം. കാരണം നമ്മുടെ ഇഷ്ടത്തിന്, നമ്മുടെ സമയത്തിനനുസരിച്ച് നമുക്ക് എത്ര പ്രാവശ്യമാണെങ്കിലും റെക്കോർഡഡ് ക്ലാസ്സുകൾ പിന്നെയും കേട്ട് മനസ്സിലാക്കി പഠിക്കാം. PDF മെറ്റീരിയൽസ് അതിന്റെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ലൈവ് സെഷൻസ് എല്ലാ ദിവസവും നിങ്ങൾക്ക് എന്തുണ്ടാവും? ലൈവ് സെഷൻസും കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ SCRT ചാപ്റ്ററിന്റെ പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. അതിന്റെ ഫുൾ ടോപ്പിക് വൈസ് കവർ ചെയ്യുന്ന SCRTയുടെ ചാപ്റ്ററുകളുടെ ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. 2 പേഴ്സണൽ മെന്റേഴ്സിന്റെ ഹെൽപ്പും കൂടെ നിങ്ങൾക്ക് വരുന്നുണ്ട്. എന്ത് ഡൗട്ട് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? അവരെ വിളിച്ച് ചോദിക്കാം. അതുപോലെ തന്നെ ഫോളോ അപ്പ് വീക്ക്ലി എക്സാംസ് ഉണ്ട്. ഡെയിലി മോക്ക് ടെസ്റ്റുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മോഡൽ എക്സാംസ് ഉണ്ട്. PYQ സെഷൻസ് ഉണ്ട്. ഡിസ്കഷൻ പ്ലാറ്റ്ഫോം ഉണ്ട്. ഡെയിലി ക്വിസുകൾ അവൈലബിൾ ആണ്. ഇത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കോംബോ ഓഫർ ആണ് നമ്മൾ 31ാമത്തെ ബാച്ചിൽ നിങ്ങൾക്കായിട്ട് ഒരുക്കുന്നത്. അപ്പൊ എല്ലാവരും ഉടനെ തന്നെ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. ഓക്കെ, ഇനി എന്തൊക്കെയാണ് നമ്മുടെ എയിം സ്റ്റഡി സെന്ററിന്റെ പ്രത്യേകതകൾ എന്ന് വെച്ചാൽ കഴിഞ്ഞ LP UP പരീക്ഷകളിലെ കേരളത്തിലെ ഏറ്റവും വലിയ വിജയമാണ്. നമ്മൾ കൊടുത്ത സ്റ്റഡി മെറ്റീരിയലിൽ നിന്ന് 60ഓളം ചോദ്യങ്ങളാണ് എന്ത് ചെയ്തത്? LP UP എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 5 കേട്ടറ്റ് പരീക്ഷകളുടെ ചരിത്രം നോക്കുകയാണെങ്കിലും കേരളത്തിൽ തന്നെ മികച്ച വിജയം നേടാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനമാണ് എയിം സ്റ്റഡി സെന്റർ എന്ന് നമുക്ക് അറിയാം. കഴിഞ്ഞ പ്രാവശ്യം 600-ലധികം പേരെയാണ് കേട്ടറ്റില് നമ്മൾ വിജയത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അതിന് മുന്നിലത്തെ പ്രാവശ്യവും കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിജയം നമുക്ക് തന്നെയായിരുന്നു. കഴിഞ്ഞ 5 വർഷമായിട്ട് തുടർച്ചയായിട്ട് നമ്മളാണ് കേരളത്തിലെ കേട്ടറ്റിലെ ഏറ്റവും കൂടുതൽ വിജയം നേടിയത്. എയിം സ്റ്റഡി സെന്റർ പുതിയ ബാച്ച് കോഴ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. LP UP കേട്ടറ്റ് അതുപോലെ തന്നെ ജനറൽ PSC എന്നിവയ്ക്കായിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ ലക്ഷ്യം വിജയമാണെങ്കിൽ കുറഞ്ഞ ഫീസിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം?
അത് നേടിയെടുക്കാം. ഓക്കെ, അപ്പൊ ജോയിൻ ചെയ്യേണ്ടതിനും മറ്റുള്ള ഡൗട്ടുകൾക്കായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9446537080. ഓക്കെ, എല്ലാവരും ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ ലക്ഷ്യം വരെ ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഓക്കെ, ഇനിയാണ് രാസഗുണങ്ങൾ അല്ലെ. രാസഗുണങ്ങൾ എന്തൊക്കെയാണ് ഇതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് ചോദിച്ചു വെച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അന്തരീക്ഷ വായുവുമായുള്ള മെറ്റലിന്റെ റിയാക്ഷൻ അല്ലെ. അന്തരീക്ഷ വായുവായിട്ട് അത് എങ്ങനെയാണ് റിയാക്ട് ചെയ്യണത്? അതിന്റെ ഓക്സൈഡുകളായിട്ട് മാറും അല്ലെ. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇരുമ്പ് ആണി കുറച്ച് നാള് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ തുറന്നു വെക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? അതിന്റെ ലോഹനാശനം തടയും അല്ലെ. ഇരുമ്പ് തുരുമ്പായിട്ട് അതിന്റെ കെമിക്കലി എന്ത് ചെയ്യും? ചേഞ്ച് ആവും. പിന്നീട് ഒരിക്കലും ആ തുരുമ്പിനെ നമുക്ക് എന്താക്കാൻ പറ്റില്ല? ഇരുമ്പാക്കി മാറ്റാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മുടെ ചെമ്പൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? ഒരു പച്ച നിറം വരെ അല്ലെ, ഒരു ക്ലാവ് പോലെ ആ പച്ച നിറത്തില് അതിന് രൂപമാറ്റം സംഭവിക്കും. അപ്പൊ ഇതൊക്കെയാണ് വായുവിൽ തുറന്നു വെച്ചാൽ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ അലുമിനിയത്തിനാണെങ്കിലും കുറെ കാലം നമ്മൾ അലുമിനിയം പാത്രങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അറിയാം, അതിനും എന്താണ്? ഒരു ലോഹനാശനം സംഭവിക്കും. ഓക്കെ, അപ്പൊ സ്വർണത്തിന് മാത്രമാണ് എന്ത് കുറെ കാലം ഒരു നാശവും ഇല്ലാതെ കൊണ്ടുപോകാൻ പറ്റുന്നത് അല്ലെ. അത് നമ്മൾ ക്രിയാശീല ശ്രേണി പഠിക്കുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് പറയും. ഹൈഡ്രജന് താഴെ കൊടുത്തിട്ടുള്ള കുറച്ച് മൂലകങ്ങളുണ്ട്, അത് ബാക്കിയുള്ളതുമായിട്ടുള്ള, അതായത് എയറും ആയിട്ടാണെങ്കിലും വാട്ടറും ആയിട്ടാണെങ്കിലും ആസിഡും ആയിട്ടാണെങ്കിലും ഉള്ള റിയാക്ഷൻ വളരെ കുറവാണ്. ഓക്കെ, ആ ക്രിയാശീല ശ്രേണിക്ക് ഹൈഡ്രജന് മുകളിലുള്ള എല്ലാം എന്താണ്? ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. അങ്ങനെ റിയാക്ഷൻ കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്കാണ് ക്രിയാശീല ശ്രേണിയിൽ എന്ത് ചെയ്തിരിക്കുന്നത്? രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് നമ്മൾ അതുമായിട്ട് ക്രിയാശീല ശ്രേണിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സുകളിൽ പറയും. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഇതുമായിട്ട്, അതായത് ഒരു ലോഹം വായുവായിട്ട് പ്രവർത്തിച്ചു വെച്ചാൽ എന്ത് ചെയ്യും? അതിന്റെ ഓക്സൈഡുകളായിട്ട് മാറും. ഫോർ എക്സാമ്പിൾ ആണ് ഇരുമ്പാണി തുരുമ്പിക്കുന്നത്. ഓക്കെ, ഇനി ജലവുമായിട്ടുള്ള പ്രവർത്തനം അതേപോലെ തന്നെയാണ്. ജലവുമായിട്ട് ഇന്ററാക്ട് ചെയ്തു വെച്ചാലും എന്ത് സംഭവിക്കും? കുറെ കാലങ്ങൾ കഴിയുമ്പോൾ സോഡിയം പൊട്ടാസ്യം ഒക്കെ ആണെങ്കിൽ ജലവുമായിട്ട് എങ്ങനെയാണ്? ഹൈലി റിയാക്റ്റീവ് ആണ് അല്ലെ. ഒരു സോഡിയത്തിന്റെയോ പൊട്ടാസ്യത്തിന്റെയോ ഇത് കഷ്ണം എടുത്ത് നമ്മൾ ജലത്തിലിട്ട് കഴിഞ്ഞു വെച്ചാൽ എന്താവും? ഇങ്ങനെ തീ കത്തണ മാതിരി അതെന്ത് ചെയ്യും? ആ വെള്ളത്തില് ഇങ്ങനെ ഓടിക്കളിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഹൈലി റിയാക്റ്റീവ് ആണ്. എന്ത്? ലോഹങ്ങളെല്ലാം അല്ല, ആ ക്രിയാശീല ശ്രേണി അനുസരിച്ച് കുറെ ലോഹങ്ങളൊക്കെ വെള്ളവുമായിട്ട് എന്താണ്? ഹൈലി റിയാക്റ്റീവ് ആണ്. നമ്മൾ എപ്പോഴും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ലോഹങ്ങളുടെ ആസിഡുമായുള്ള പ്രവർത്തനം. ഇപ്പൊ ലോഹങ്ങളുടെ ആസിഡുമായിട്ടുള്ള പ്രവർത്തനം എപ്പോഴും നമുക്ക് ചോദിക്കും. എന്താണ്? ഒരു ആസിഡും ഒരു മെറ്റലും കൂടെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന വാതകം ഏതാണ് എന്നുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ഡെയിലി ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ 6 എണ്ണത്തിലെങ്കിലും എന്തുണ്ടാവും? ആ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ലോഹങ്ങളും ആസിഡും, ഒരു ലോഹം അതായത് സിങ്ക് എന്ന് പറഞ്ഞ ഒരു ലോഹവും HCl എന്ന് പറഞ്ഞാൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് അല്ലെ. അപ്പൊ ഇതൊരു മെറ്റല്, ഇതെന്താണ്? ഒരു ആസിഡ്. ഒരു മെറ്റലും ആസിഡുമായിട്ട് പ്രവർത്തിച്ചു വെച്ചാൽ അതിന്റെ സിങ്ക് ക്ലോറൈഡും പിന്നെ റിലീസ് ആവുന്ന ഗ്യാസ് ഏതാണെന്ന് ചോദിച്ചു വെച്ചാൽ ഏതായിരിക്കും? ഹൈഡ്രജനും ആയിരിക്കും. അപ്പോ എപ്പോഴും നമുക്ക് ഡെയിലി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ഡെയിലി സ്ഥിരമായിട്ട് നമ്മുടെ PSC ആവർത്തിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് എന്താണ്? ഒരു ആസിഡും ഒരു മെറ്റലുമായിട്ട് പ്രവർത്തിച്ചാൽ ഉണ്ടാവുന്ന വാതകം ഏതാണ് എന്ന് ചോദിച്ചു വെച്ചാൽ ഏതാണ്? ഹൈഡ്രജൻ ആണെന്ന് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് നാരങ്ങയിലും മോരിലും ഒക്കെ ആസിഡുകൾ ഇറങ്ങിയിട്ടുണ്ട് അല്ലെ. അപ്പോ നമുക്കറിയാം നമ്മളെ ലോഹസങ്കരങ്ങൾ പഠിച്ചുവല്ലോ. ഇപ്പൊ നമ്മൾ നാരങ്ങ മുറിക്കുകയാണ്. അപ്പൊ നമ്മൾ പറയും എന്താണ്? നമ്മുടെ സാധാരണ ഇരുമ്പ് കത്തിയേക്കാളും നല്ലത് സ്റ്റെയിൻലെസ് സ്റ്റീൽ കത്തികളാണെന്ന് പറയും അല്ലെ. അപ്പൊ സ്റ്റെയിൻലെസ് സ്റ്റീൽ കത്തികളാണ് നമ്മൾ കത്തികളായിട്ട് യൂസ് ചെയ്യുക. എന്തുകൊണ്ടാണ് ഇരുമ്പ് കത്തികൾ? കാരണം നാരങ്ങയിൽ എന്തുണ്ട്? ആസിഡ് ഉണ്ട് അല്ലെ, സിട്രിക് ആസിഡ് ഉണ്ട്. അപ്പൊ നമ്മൾ അതുകൊണ്ട് മുറിച്ചു കഴിഞ്ഞു വെച്ചാൽ അവിടെ എന്ത് ചെയ്യും? ഹൈഡ്രജൻ റിലീസ് ചെയ്യപ്പെടും. ഒരു കെമിക്കൽ റിയാക്ഷൻ അവിടെ നടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ സ്റ്റെയിൻലെസ് സ്റ്റീൽ യൂസ് ചെയ്ത് വെച്ചാൽ എന്തുകൊണ്ട് അവിടെ ആ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യണില്ല എന്ന് ചോദിച്ചു വെച്ചാൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഒരു ലോഹമല്ല, പകരം എന്താണ്? ലോഹസങ്കരമാണ്. ഓക്കെ, അപ്പൊ ലോഹസങ്കരങ്ങൾ എന്ത് ചെയ്യില്ല? ഈ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്താണ്? ഇരുമ്പ് കത്തികളെക്കാട്ടിലും നല്ലത് സ്റ്റെയിൻലെസ് സ്റ്റീൽ കത്തികളാണെന്ന് പറയുന്നത്. അതുപോലെ തന്നെ മോര് ഒരിക്കലും അലുമിനിയം പാത്രങ്ങളിൽ സൂക്ഷിക്കാറില്ല, പകരം കുപ്പിയിലോ അല്ലെങ്കിൽ സ്റ്റീൽ പാത്രത്തിലോ ഒക്കെയാണ് മോര് സൂക്ഷിക്കുക അല്ലെ. കുപ്പിയിൽ അല്ലെങ്കിൽ ഭരണികളിൽ ഒക്കെയാണ് സൂക്ഷിക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചു വെച്ചാൽ അലുമിനിയം പാത്രം, അലുമിനിയം ഒരു മെറ്റലാണ്. ഈ മോരിൽ എന്തുണ്ട്? ആസിഡ് ഉണ്ട് അല്ലെ, ലാക്റ്റിക് ആസിഡ് ഉണ്ട്. ഈ ലാക്റ്റിക് ആസിഡും അലുമിനിയം പാത്രവുമായിട്ട് എന്ത് ചെയ്യും? റിയാക്ട് ചെയ്യും.
എന്നിട്ട് ഹൈഡ്രജൻ ഗ്യാസ് എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യും അല്ലെ. മെറ്റലും ആസിഡും കൂടെ പ്രവർത്തിച്ചു കഴിഞ്ഞു വെച്ചാൽ ഹൈഡ്രജൻ ഗ്യാസിനെ എന്ത് ചെയ്യും, റിലീസ് ചെയ്യും. അതുകൊണ്ടാണ് അതിനെ അലൂമിനിയം പാത്രങ്ങളിൽ സൂക്ഷിക്കാതെ പകരം സ്റ്റീൽ പാത്രങ്ങൾ, സ്റ്റീൽ എന്ന് പറയുമ്പോൾ എന്താണ്, അത് ലോഹസങ്കരമാണ് അല്ലെ, അങ്ങനെ സൂക്ഷിക്കുന്നതിനുള്ള കാരണം. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യാം, ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. അടുത്താണ് ലോഹനാശനം. ഇരുമ്പും മറ്റു പല ലോഹങ്ങളും അന്തരീക്ഷ വായുവിലെ വിവിധ ഘടകങ്ങളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് പുതിയ പദാർത്ഥങ്ങളായിട്ട് മാറുന്നതിനെയാണ് നമ്മൾ ലോഹനാശനം എന്ന് പറയുന്നത്. ഈ ലോഹനാശനം കുറയ്ക്കാനും ദൃഢത കൂട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ മെറ്റലിന് പകരം മെറ്റലോയിഡ്സ്, അതായത് ലോഹത്തിന് പകരം ലോഹസങ്കരങ്ങൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, മെറ്റൽസിന് പകരം എന്താണ്, അലോയ്സ്. മെറ്റലോയിഡ്സ് അല്ല, മെറ്റലോയിഡ്സ് എന്ന് പറഞ്ഞാൽ ഉപലോഹങ്ങളാണ്. മെറ്റലിന് പകരം അലോയ്സ് ഉപയോഗിക്കുന്നത് എന്തിനാണ്, ഈ ലോഹനാശനം തടയാനാണ്. കുറെ കാലം നമ്മൾ വായുവായിട്ടോ അതുപോലെ തന്നെ വെള്ളവുമായിട്ടോ ആസിഡുമായിട്ടോ ഒക്കെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട ലോഹങ്ങൾക്ക് എന്ത് സംഭവിക്കും, നാശം സംഭവിക്കും. അപ്പൊ ഇത്രയാണ് അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആയിട്ട് വരുന്നത്. അതിന്റെ കൂടെ SCRTയും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇതില് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ മെറ്റൽ എന്നുള്ള പാർട്ട്. ഇനി ഇതിന്റെ എന്താണ്, ഓരോ മെറ്റലായിട്ടും എന്ത് ചെയ്യും, നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഓക്കെ, ഇനി നമ്മുടെ ആപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശ്രീ ലേണിംഗ് ആപ്പാണ്. നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം. ഫ്രീ ക്ലാസ്സുകളും അവൈലബിൾ ആണ്, പെയ്ഡ് ക്ലാസ്സുകളും ഉണ്ട്. ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കി വെച്ചാൽ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകളാണ്, നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് കാണാം. അതിന്റെയൊക്കെ PDF നോട്ടുകളും അവൈലബിൾ ആണ്. മോക്ക് ടെസ്റ്റുകളുണ്ട്, മോഡൽ എക്സാമുകളുണ്ട്. അതും ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ചിട്ടുള്ള മോക്ക് ടെസ്റ്റുകളും മോഡൽ എക്സാംസും ആണ്. ഒരു ഡബിൾ മെന്ററുടെ സപ്പോർട്ടും കൂടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കിട്ടുന്നുണ്ട്. 2 പേരുടെ സപ്പോർട്ട് കിട്ടും ഡൗട്ട് ക്ലിയറൻസിനായിട്ട്. അതുപോലെ തന്നെ ലൈവ് സെഷൻസും കൂടെ നമ്മൾ ഈ ആപ്പ് വഴി എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഈ ആപ്പ് ഉപയോഗപ്പെടുത്തിയിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9446537080. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടമാണെങ്കിൽ ഫ്രണ്ട്സിലേക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ താങ്ക് യു.